ഓക്ക് ഐലൻഡ് ചെറിയ ദ്വീപും വലിയ നിഗൂഢതയും നിറഞ്ഞിരിക്കുന്നൊരിടം. 200 വർഷമായി നിധിവേട്ടക്കാർ അവിടെ തിരയുകയാണ്. ഇന്നും ആ തിരച്ചിൽ അവസാനിച്ചിട്ടില്ല. എന്നാൽ അവർ ശരിക്കും എന്താണ് കണ്ടെത്തിയത്? അവർ ഇപ്പോഴും എന്താണ് തിരയുന്നത്? കൗമാരക്കാരനായ ഡാനിയൽ മക്ഗിന്നീസ് ഓക്ക് ദ്വീപിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് തൻ്റെ മുന്നിൽ ഒരു വിചിത്രമായ കുഴി മൂടപ്പെട്ട നിലയിൽ കണ്ടു. ഇത് കണ്ടതോടുകൂടി ഡാനിയലിൻ്റെ മനസ്സിൽ ഈ കുഴിയിൽ എന്തായിരിക്കുമെന്ന ചിന്ത അലട്ടി. പിന്നീട് തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം വന്ന് ആ കുഴി ആഴത്തിൽ കുഴിക്കാൻ തുടങ്ങി. ആദ്യം കുഴിച്ചപ്പോൾ കല്ലുകളാൽ മൂടപ്പെട്ട പാളിയും പിന്നെ തടികൾ കൊണ്ടുള്ള തട്ടുകളും കണ്ടെത്തി. അത് അവരിൽ കൗതുകമുണർത്തി. പക്ഷേ ആ കൗതുകം അവരെ അധികനേരം മുന്നോട്ട് കൊണ്ടുപോയില്ല. അവർ അത് അവസാനിപ്പിച്ചു മടങ്ങി. പതിയെ പതിയെ ഈ വിവരം ലോകമറിയുവാൻ തുടങ്ങി. പിന്നീട് അവിടെ അത്യാധുനിക ഉപകരണങ്ങൾ കൊണ്ട് ഖനനം ആരംഭിച്ചു. കുഴിയുടെ ആദ്യ ഭാഗങ്ങളിൽ നിന്ന് ചാർക്കോൾ, കോക്കനട്ട് ഫൈബർ എന്നിവ കണ്ടെത്തി. ഈ വസ്തുക്കളൊന്നും സാധാരണയായി ആ പ്രദേശത്ത് കാണുന്നവയല്ലായിരുന്നു. ഇത് കുഴിക്കുന്നവരിൽ കൗതുകമുണർത്തി. പിന്നെയും അവർ ആഴത്തിൽ കുഴിക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് കുഴിയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് വളരെ ശക്തമായ സമുദ്രജലം കയറുകയും മുന്നോട്ടുള്ള ഖനനം തടസ്സപ്പെടുത്തുകയും ചെയ്തു. ആരോ ഈ കുഴിയെ സമുദ്രജലവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ട്രാപ്പ്. ഇത്തരം സംവിധാനം പ്രാചീന കാലത്ത് മനുഷ്യർ നിധികൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്നതാണ്. ശരിയായ രീതിയിലല്ല പ്രവേശിക്കുന്നതെങ്കിൽ അവ പ്രവർത്തിക്കുകയും ഇത് ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഇത് ബൂബി ട്രാപ്പ് എന്നറിയപ്പെടുന്നു. പിന്നെയും അവിടെ ഖനനം ആരംഭിച്ചു. കുഴിയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് പ്രാചീന കാലത്തെ നാണയവും തലയോട്ടിയും കണ്ടെത്തി. പിന്നീടും നിരവധി പേർ അവിടെ ഖനനം ചെയ്തു. പക്ഷേ നിധികളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്നും അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ട്. 6ഓളം ജീവനുകൾ നഷ്ടപ്പെട്ടു. പക്ഷേ മനുഷ്യന്റെ കൗതുകം ഇന്നും അവസാനിച്ചിട്ടില്ല. എന്തായിരിക്കും ആ ഭൂമിക്കടിയിൽ ഒളിഞ്ഞു കിടപ്പുണ്ടാകുക? നിധിയോ അല്ലെങ്കിൽ അത് തേടി വരുന്നവർക്കുള്ള കെണിയോ?